ഹലോ, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയേക്കുന്നത് നമ്മുടെ മെലസ്റ്റോമേനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, മെലസ്റ്റോമ നല്ല തളിർത്ത് കണ്ടോ, നിറയെ തളിർപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്നറിയോ? സീക്രട്ട് ഒന്നുമല്ല, നമ്മളൊരു ദിവസം ഒരിടത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇതിലുള്ള പൂക്കളൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഇങ്ങനെ നിറയെ മുളർപ്പ് ഇങ്ങനെ മുളച്ച് വന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇത്രയും ഉഷാറിൽ മുളപ്പ് ഇത്രയും വരുന്നത്. വേനൽക്കാലത്ത് മുളപ്പുകൾ വരും, പക്ഷേ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല കരുത്തിൽ വളരും. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അങ്ങനെ വാടിപ്പോകും കേട്ടോ. മെലസ്റ്റോമയ്ക്ക് അത്യാവശ്യമൊക്കെ വെള്ളം വേണ്ട മെലസ്റ്റോമയാണ്. അപ്പോൾ ഞാൻ കണ്ടോ ഇവിടെ കണ്ടോ, ഇന്നലെ ചകിരിയും ഒക്കെ വെച്ച് കൊടുത്താൽ എന്താ വെച്ചാൽ ചകിരിയൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് ഈർപ്പം നിൽക്കുമല്ലോ. അപ്പോൾ അതൊരു പരീക്ഷണം കേട്ടോ, നിങ്ങളും പരീക്ഷിച്ച് നോക്ക്. ഞാനപ്പോൾ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ചകിരി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തിനാ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഈ മെലസ്റ്റോമയുടെ പൂക്കളെക്കുറിച്ച് പറയാൻ തന്നെ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പൂവ് ഏകദേശം കൊഴിയാറായ സ്റ്റേജിലുള്ള പൂവാണ്, പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള പൂ കണ്ടോ, കണ്ടോ മീശയൊക്കെ ആയിട്ട് നിൽക്കുന്ന പൂവാണ്. കണ്ടോ, കൊഴിയാറാകുമ്പോഴേക്ക് ഈ മീശയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും. നല്ല ഭംഗിയിൽ നല്ല കടും വയലറ്റ് കളറിൽ, വീഡിയോയിൽ അത്രയും കളറ് കിട്ടുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. കണ്ടോ, കടും വയലറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേറെ കളേഴ്സില്ലേ, നമ്മളെല്ലാ വീടുകളിലും കണ്ടിട്ടുണ്ടാവും, ഓരോ കളർ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഓരോ 3 കളേഴ്സ് ഒന്നിച്ച് വിരളായിട്ടേ കാണാറുള്ളൂ. ഞാനും ഒത്തിരി തിരഞ്ഞ് എനിക്ക് കിട്ടിയതാണ് ഈ 3 കളേഴ്സ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുന്നേ ഈ ചെടികൾ നടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൽ വെള്ള മെലസ്റ്റോമയിൽ മൊട്ട് മാത്രമായിട്ട് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മെലസ്റ്റോമേനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ മൊട്ടുകൾ വിരിഞ്ഞ് വരാൻ ഒത്തിരി ദിവസം എടുക്കും കേട്ടോ, 1 മാസത്തിൽ കൂടുതലൊക്കെ എടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് വെള്ള മെലസ്റ്റോമ. കണ്ടോ, വയലറ്റ്, ഇതാ ഇവിടെ വെള്ള നല്ല ഭംഗിയാട്ടോ. മറ്റേ മെലസ്റ്റോമേനെക്കാട്ടിലും വയലറ്റ് മെലസ്റ്റോമേനെക്കാട്ടിലും ഇച്ചിരി വലുപ്പമുള്ളതുപോലെ ഇതളുകൾക്കൊക്കെ ഒരു കുറച്ച് വലുപ്പമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല കണ്ടോ, ഇലയും മറ്റേ മെലസ്റ്റോമേനെക്കാട്ടിലും കണ്ടോ, ഈ മെലസ്റ്റോമ ഇവിടെയുണ്ട്, അതിൻ്റെക്കാട്ടിലും കുറച്ചും കൂടെ വീതിയുണ്ട്, ഇച്ചിരി വലിയ ഇലകളാണ്. കണ്ടോ, ശരിക്കും ഈ മൊട്ടുകൾ നമ്മൾ ഇത് വാങ്ങിയില്ലേ, ഈ ചെടി വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഏകദേശം ഈ വലുപ്പത്തിലുള്ള മൊട്ടുകളായിരുന്നു. അത് വലുതായി ഇപ്പോൾ വിരിയും മട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെയാണ് ഇത് വിരിഞ്ഞേക്കുന്നത്. ഇതാണ്ടോ, ഇവിടെ 2 മുട്ടുകളുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് വിരിഞ്ഞ് ഇതേപോലെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കും കേട്ടോ. നമ്മൾ ഇത് മാത്രം ചട്ടിയിൽ വെച്ചേക്കുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് മണ്ണിലോട്ട് എടുത്ത് നടാനാണ്. അപ്പോൾ ഇത് വെള്ള മെലസ്റ്റോമ. ഇനി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടി കണ്ടോ, പിങ്ക് മെലസ്റ്റോമ. ആക്ച്വലി ഇത് നല്ല പിങ്കൊന്നും അല്ല, വയലറ്റ് ഒരു ഫെയ്ഡ് ആയതുപോലെ. അപ്പോൾ ഫെയ്ഡ് ആയ സമയത്ത് നമുക്കൊരു ലാവൻഡർ കളറോ അല്ലെങ്കിൽ കുറച്ച് പിങ്കിഷ് കളറൊക്കെ ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും പിങ്ക് മെലസ്റ്റോമ എന്നാണ് പറയുക. കണ്ടോ, ഇതിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതൊക്കെ വേരൊക്കെ പിടിച്ച് അത്യാവശ്യമൊക്കെ വേര് പിടിച്ചു കേട്ടോ. നമ്മൾ വാങ്ങിയ തൈയിൽ നിന്ന് ഇച്ചിരി വലിയ ആളായി. കണ്ടോ, ഇതിൻ്റെ താഴെയും ഇതേപോലെ ചകിരി ഞാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും രാവിലെയും വൈകുന്നേരം ഒക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു. പക്ഷേ ഇത് ആ നിൽക്കുന്ന രീതിയിൽ തന്നെ നിന്നുകൊണ്ടിരുന്നായിരുന്നു. അതേപോലെ രാവിലെ ആയ ഇങ്ങനെ തളർന്നിരിക്കുക, അല്ലെങ്കിൽ രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും അങ്ങനെ ക്ഷീണിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ചകിരി വെച്ച് കൊടുത്തപ്പോൾ കുറച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചകിരി ഈർപ്പം അങ്ങനെ നിലനിർത്തുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വേണ്ട, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരിയായിട്ട് മെലസ്റ്റോമ. ഇനിയൊരു മെലസ്റ്റോമ അന്ന് നമ്മൾ വീഡിയോ ചെയ്ത മെലസ്റ്റോമ അവിടെ ഉണ്ട് കേട്ടോ, വൈറ്റ് മെലസ്റ്റോമ. അതിൽ ഇപ്പോൾ പൂവൊക്കെ ആയി വരുന്നുള്ളൂ. അത് ഇത്തിരി തണലത്താണ് നിൽക്കുന്നത്, ഒത്തിരി വെയിലത്തല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് അത് അവിടെ വേറൊരിടത്ത് മാറിയിരിക്കുവാണ്. പിന്നെ നമ്മൾ ഈ 3 മെലസ്റ്റോമേനെയും കാണിച്ചല്ലോ അല്ലേ. ഇനി ഒരു മഞ്ഞ കളർ മെലസ്റ്റോമ ഉണ്ട് കേട്ടോ. അതും കൂടെ എനിക്ക് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ മഞ്ഞ കളർ മെലസ്റ്റോമയൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ, സെയിലിനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ മെലസ്റ്റോമ, ആ യെല്ലോ കളറിലുള്ള മെലസ്റ്റോമ ശരിക്കും ഇവരുടെ കൂട്ടത്തിലുള്ളതല്ല. ശരിക്കും നമുക്കത് അതിൻ്റെ ലീവ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, വ്യത്യാസമുണ്ട്. പക്ഷേ ഇവരുടെ ഈ പൂവായിട്ട് അതേ സെയിമാണ് കേട്ടോ, യെല്ലോ. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ പലരും പറഞ്ഞത് കേട്ടതും പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ സെയിൽ പോസ്റ്റൊക്കെ കണ്ടിട്ട് അങ്ങനെ കണ്ടത് കൊണ്ട് പറയാണ് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഈ ബെലസ്റ്റോമയുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.